ഇന്ന് ഞാൻ എന്റെ ഗാർഡനിൽ പുതിന നടാൻ പോവാണ് കേട്ടോ. ഇതിന്റെ തേർഡ് അറ്റംപ്റ്റ് ആണ്. എന്റെ ബാൽക്കണി ഗാർഡനിൽ ഞാൻ ആദ്യമായിട്ട് പുതിന വെച്ച സമയത്ത് ഒരു ഗ്രോത്തും ഉണ്ടായില്ല. സെക്കൻഡ് ടൈം അത്യാവശ്യം ഗ്രോത്ത് ഒക്കെ ഉണ്ടായി. പക്ഷെ ഞാനൊന്ന് നാട്ടിൽ പോയ സമയത്ത് ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി വാടി പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാൻ പോവാണ് എന്തായാലും. ലോക്ക്ഡൌൺ ടൈമിൽ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ ഞാൻ വളരെ നന്നായിട്ട് പുതിനച്ചെടി വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഈ അറ്റംപ്റ്റ് എല്ലാം ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിന നട്ട് വളർത്തുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പുതിനയുടെ സ്റ്റെമ്മിൽ നിന്ന് ഇലകളെല്ലാം കട്ട് ചെയ്തിട്ട് സ്റ്റെമ്മ് മാത്രമായിട്ട് നട്ടു വെച്ചാൽ മതി. ലാസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ ബാൽക്കണി ഗാർഡനിൽ നട്ടത് തുളസി, പനിക്കൂർക്ക, കറിവേപ്പിലയൊക്കെയാണ്. പക്ഷെ കറിവേപ്പില ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല. എന്തായാലും പനിക്കൂർക്കയും തുളസിയും നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ കാര്യത്തിൽ ഞാൻ ഗിവപ്പ് ചെയ്യാണ്. ഞാനൊരു 2-3 തവണ ശ്രമിച്ചു, നടന്നില്ല. ഇനിയിപ്പോ എന്തായാലും എനിക്കുള്ള ലിമിറ്റഡ് സ്പേസിൽ അത് വളർത്തിയെടുക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ചെടികൾ മാത്രമേ എനിക്ക് എന്റെ ബാൽക്കണി ഗാർഡനിൽ ഇപ്പോൾ നട്ട് വളർത്താൻ പറ്റുന്നുള്ളൂ. എന്തായാലും ഞാൻ പുതിന നട്ടിട്ടുണ്ട്. പുതിനയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അപ്കമിംഗ് വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഗാർഡനിങ് വിശേഷങ്ങൾ. ടാറ്റാ.